ഹലോ, ഹമീൻസ് കുക്കിംഗ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കാസർഗോഡ് കണ്ണൂർ ഭാഗത്തൊക്കെ ഉള്ള ഒരു സ്പെഷ്യൽ ഐറ്റം ആയിട്ടാണ്. മുട്ടമാലയുടെ റെസിപ്പിയുമായിട്ടാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള, നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റൊക്കെ വരുവാണെങ്കിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് പറ്റിയ കുറഞ്ഞ ചേരുവകൾ മാത്രം ആവശ്യമുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. മുട്ടമാല ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 9ഓളം മുട്ടയാണ് എടുത്തിട്ടുള്ളത്. മുട്ടയുടെ അളവ് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ മുട്ടയുടെ വെള്ളയും മഞ്ഞയും ഒന്ന് സെപ്പറേറ്റ് ആക്കി എടുക്കണം. ഞാനിപ്പോൾ ദാ മുട്ടയുടെ വെള്ളയും മഞ്ഞയും സെപ്പറേറ്റ് ആക്കി രണ്ട് ബൗളിലാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഈ മുട്ടയുടെ മഞ്ഞയെ നമുക്കൊന്ന് ഒരു അരിപ്പയിലൂടെ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. ഇതിൻ്റെ മുകളിലൊരു പാടൊക്കെ ഉണ്ടാവും, അതൊക്കെ ഒന്ന് കളയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അരിച്ചെടുക്കണേ. എന്നാലേ നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ മുട്ടമാല ശരിയായിട്ട് കിട്ടുള്ളൂ. ഇപ്പം ഞാനിതവിടെ മുട്ടയുടെ മഞ്ഞ ഇവിടെ നല്ലപോലെ അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കിതിനൊരു പൈപ്പിംഗ് ബാഗിലാക്കി കൊടുക്കാം. പൈപ്പിംഗ് ബാഗ് ഇല്ലെങ്കിൽ എന്തെങ്കിലും പ്ലാസ്റ്റിക് കുപ്പീൻ്റെ അകത്ത് ആക്കിയിട്ട് അതിൻ്റെ മൂടിയുടെ മുകളിൽ 3-4 ഹോൾസ് ഇട്ട് കൊടുക്കുക. ഇപ്പം ഞാനിത് പൈപ്പിംഗ് ബാഗിൻ്റെ അകത്തേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അറ്റം ഒന്ന് കെട്ടി കൊടുക്കുവാണ്. എന്നിട്ട് ഇതിനെ മാറ്റി വെക്കാം. ഇനി ആദ്യം മുട്ടമാല ഒന്ന് ചുറ്റിച്ചെടുക്കാം. ഇതിനായിട്ട് ഞാനൊരു പാനിലേക്ക് 1 കപ്പ് പഞ്ചസാരയും പിന്നെ 1.5 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുവാണ്. ഇനി ഇതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. ഈ പഞ്ചസാരയൊക്കെ ഒന്ന് വെള്ളത്തിൽ നന്നായിട്ട് മെൽറ്റായിട്ട് വരണം. ഇതാ കണ്ടപ്പോൾ പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 2 ഏലക്കായും കൂടെ ഇട്ട് കൊടുക്കുവാണ്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇനി ഷുഗർ സിറപ്പ് ഒന്ന് സ്റ്റിക്കി ആവുന്നത് വരെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഇങ്ങനെ കുറച്ചെടുത്തിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തൊട്ട് നോക്കിയാൽ ചെറുതായിട്ടൊരു ഒട്ടണ പോലെ തോന്നും. ആ ഒരു സ്റ്റേജ് ആവുമ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പ് പാകമായിട്ടുണ്ടെന്നാണ് അർത്ഥം. ഇനി ഈ സ്റ്റേജ് ആവുന്ന സമയത്ത് നമുക്കിതിലേക്ക് മുട്ടമാല ചുറ്റിച്ചെടുക്കുക. ഇതിനായിട്ട് ഞാനിപ്പോൾ പൈപ്പിംഗ് ബാഗിൻ്റെ അറ്റത്ത് ചെറിയൊരു ഹോൾ ഇട്ട് കൊടുക്കുകയാണ്. ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യുവാണ്. കുപ്പിയാണെങ്കിൽ കുപ്പിയുടെ മൂടിയുടെ മുകളിൽ ചെറിയ ഹോൾസ് ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മുടെ സേഫ്റ്റി പിന്നോണ്ടൊക്കെ ചെറിയ ഹോൾസ് ഇട്ട് കൊടുക്കുക. എന്നിട്ടിത് ഈ ഷുഗർ സിറപ്പ് നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ ചുറ്റിച്ചെടുക്കുക. ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് വരാതെ വിധം ഒഴിവ് കാണുന്ന സ്ഥലങ്ങളിൽ ഇങ്ങനെ ചുറ്റിച്ചു കൊടുക്കുക കേട്ടോ. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് ഇത് ചുറ്റിക്കണം കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ മുട്ടമാല ശരിയായിട്ട് കിട്ടൂല. ഇനി ജസ്റ്റ് ഒരു 20 സെക്കൻഡ് മാത്രം ഇതിനെ ഈ ഷുഗർ സിറപ്പിലൊന്ന് തിളപ്പിക്കുക. കൂടുതൽ സമയം വെക്കണ്ട. 20 സെക്കൻഡ് ആകുമ്പോഴത്തേക്കിന് നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് കുടഞ്ഞു കൊടുക്കുക. ഒരു രണ്ട് പ്രാവശ്യം ഇതുപോലെ ഒന്ന് വെള്ളം കുടഞ്ഞു കൊടുക്കുക. എന്നിട്ട് തീ പറ്റ ലോ ഫ്ലെയിമിലേക്ക് കുറച്ച് വെച്ചിട്ട് നമ്മളിപ്പം ചുറ്റിച്ചു വെച്ചിരിക്കുന്ന മുട്ടമാല പതുക്കെ ഇതിൻ്റെ അകത്തുനിന്ന് എടുത്തു മാറ്റാം. ഇതിപ്പോൾ ഞാൻ ഫസ്റ്റത്തെ ബാച്ച് ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനൊരു ഡിഷിലേക്ക് മാറ്റി കൊടുക്കുക. എന്നിട്ട് ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ അങ്ങ് ചുറ്റിച്ചെടുക്കുക. ഇതുപോലെ തന്നെ അടുത്ത ബാച്ചൊക്കെ ചെയ്തെടുക്കുക. ഇത് ചുറ്റിച്ചെടുക്കുന്ന സമയത്ത് തീ തീർച്ചയായിട്ടും ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതേ കണ്ടതുപോലെ പതഞ്ഞു വരുന്ന സമയത്താണ് നമ്മൾ ചുറ്റിച്ചു കൊടുക്കേണ്ടത്. എന്നിട്ട് പിന്നെ ഒരു 20 സെക്കൻഡ് കുക്ക് ചെയ്യുക, വീണ്ടും കോരി മാറ്റുക. അങ്ങനെ ഈ ബാറ്ററിനെ മുഴുവനായിട്ടും ഇതുപോലെ തന്നെ ചുറ്റിച്ചെടുക്കുക. ഇപ്പം ഞാനിതാ മുട്ടയുടെ മഞ്ഞയെ മുഴുവനും ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഒരു നൂല് പോലെ കിട്ടിയിട്ടില്ലേ, കണ്ടില്ലേ? ഇനി ഇത് ചൂട് പോയതിനു ശേഷം ഇങ്ങനെ ഒന്ന് സെപ്പറേറ്റ് ആക്കി കൊടുക്കുക. പതുക്കെ ഒന്ന് സെപ്പറേറ്റ് ആക്കി കൊടുക്കുക. എന്നിട്ട് ഇതിനെ മാറ്റി വെക്കാം. ഇനിയിപ്പോൾ തന്നെ ഞാൻ വേറൊരു ബൗളിൽ ഒരു 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചിട്ട് രണ്ടും കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുവാണ്. ചൂടുവെള്ളം ഒന്നും അല്ല കേട്ടോ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്, സാധാരണ പച്ചവെള്ളമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ദേ ഞാനിത് നല്ല പോലെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന മുട്ടയുടെ വെള്ളം ഉണ്ടല്ലോ, അതിലേക്ക് ഇതിനെ അങ്ങ് ചേർത്ത് കൊടുക്കണം. പാൽപ്പൊടി നേരിട്ട് അങ്ങ് ചേർത്ത് കൊടുത്താൽ എന്താ ഉണ്ടാവുക എന്ന് വെച്ചാൽ ഇത് മുട്ടയുടെ വെള്ളയിൽ കട്ടയായിട്ട് കിടക്കും. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം ഇതിനെ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്.
പിന്നെ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് പഞ്ചസാരയാണ് ചേർക്കുന്നത്. അപ്പോൾ എക്സ്ട്രാ പഞ്ചസാര ചേർക്കേണ്ട. നമ്മൾ നേരത്തെ മുട്ടമാല ചുറ്റിച്ചെടുത്ത ബാക്കിയുള്ള ഷുഗർ സിറപ്പ് ഉണ്ടല്ലോ, അതൊന്ന് ചൂട് പോയതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. നല്ലപോലെ ചൂട് പോയതിന് ശേഷം ഒഴിച്ചു കൊടുക്കണേ. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. ഈ ഒരു സമയത്ത് ഏലക്കായയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് ഏലക്കായ ചേർക്കാം. ഞാനിപ്പോൾ ഓൾറെഡി ഷുഗർ സിറപ്പിൽ ഏലക്കായ ചേർത്തതുകൊണ്ട് അതിന് ഏലക്കായയുടെ ഒരു ഫ്ലേവർ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ എക്സ്ട്രാ ഏലക്കായ ഇതിലേക്ക് ചേർക്കാത്തത്. എന്നിട്ട് നല്ല പോലെ മിക്സാക്കി കൊടുക്കുക കേട്ടോ. ഇപ്പോൾ അതേ ഞാനിത് നല്ല പോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ അങ്ങ് മാറ്റി വെക്കുക. എന്നിട്ട് നമുക്ക് ഇതുപോലൊരു ട്രേ എടുക്കാം. ഇതിൻ്റെ അടിയിലും സൈഡിലും ഒക്കെ ആയിട്ട് നല്ല പോലെ ഒന്ന് ഓയിലോ അല്ലെങ്കിൽ നെയ്യോ ഒന്ന് പുരട്ടി കൊടുക്കട്ടെ. ഞാനിപ്പോൾ നെയ്യാണ് യൂസ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഇതിലേക്ക് നമ്മളിപ്പോൾ മിക്സാക്കി വെച്ചിരിക്കുന്ന മുട്ടയുടെ കൂട്ടുണ്ടല്ലോ, അതങ്ങ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഒരു അലുമിനിയം ഫോയിൽ വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അലുമിനിയം ഫോയിൽ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, കാരണം നമ്മളിത് ആവിയിൽ കുക്ക് ചെയ്യുവാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ എക്സ്ട്രാ വെള്ളമൊന്നും വന്ന് ഈ നമ്മുടെ ട്രേൻ്റെ അകത്തേക്ക് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അലുമിനിയം ഫോയിൽ വെച്ച് കവർ ചെയ്യുന്നത്. ഇതില്ലെങ്കിൽ പകരം എന്തെങ്കിലും മൂടി വെച്ചിട്ട് അടച്ചു കൊടുത്താലും മതി. ഇനിയിപ്പോൾ നമുക്കിത് ആവിയിലൊന്ന് വേവിക്കണം. ഇതിനായിട്ട് ഞാനിപ്പോൾ ഒരു പാനിൻ്റെ അകത്ത് വെള്ളം വെച്ചിട്ടുണ്ട്. ഇതിലേക്കൊരു തട്ടും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ തട്ടിൻ്റെ മുകളിൽ നമ്മളിപ്പം സെറ്റാക്കി വെച്ചിരിക്കുന്ന ട്രേ ഇറക്കി കൊടുക്കുക. എന്നിട്ട് അടച്ചു വെച്ചിട്ട് ഇതിനെ ഒരു 25 to 30 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യുക കേട്ടോ. ഇപ്പോൾ ഇത് ഏകദേശം 25 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ട്രേനെ നമുക്ക് പുറത്തെടുക്കാം. എന്നിട്ട് അലുമിനിയം ഫോയിൽ ഒന്ന് മാറ്റി നോക്കാം കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ മുട്ടയുടെ വെള്ളയൊക്കെ നല്ല പോലെ ഇവിടെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകംഭാഗം കുക്കായിട്ട് വന്നിട്ടുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ എന്തെങ്കിലും ഒരു സ്ക്വയർ വെച്ചിട്ടൊന്ന് കുത്തി നോക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും അതിൻ്റെ അകത്ത് കുക്കായിട്ടില്ലെങ്കിൽ. എന്നിട്ട് ഇത് കംപ്ലീറ്റ് ആയിട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കുക. കംപ്ലീറ്റ് ആയിട്ട് തണുത്തതിന് ശേഷം ഇതുപോലെ കത്തി ഉപയോഗിച്ചിട്ട് സൈഡ് ഒന്ന് ഇതിൻ്റെ വിടിയിച്ചെടുക്കുക. എന്നിട്ട് ഒരു ഡിഷിലേക്ക് കമിഴ്ത്തി വെച്ചിട്ട് അങ്ങ് ടാപ്പ് ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് തന്നെ ഇത് ഈ ട്രേൻ്റെ അകത്തുനിന്ന് വിട്ട് കിട്ടുന്നതാണ്. ഇപ്പോൾ അതേ ഞാനിതിനെ ട്രേൻ്റെ അകത്തുനിന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ ആദ്യം ചുറ്റിച്ച് വെച്ചിരിക്കുന്ന മുട്ടയുടെ മഞ്ഞണ്ടല്ലോ അത് വെച്ച് കൊടുക്കുക കേട്ടോ. അങ്ങനെ ഇപ്പോൾ ദാ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മുട്ടമാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കാസർഗോഡ് കണ്ണൂർ ഭാഗത്തൊക്കെയുള്ള ഒരു സ്പെഷ്യൽ ഐറ്റം ആണ്. അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ പുതിയാപ്ല സൽക്കാരത്തിന് ഉപയോഗിക്കുന്ന, പുതിയാപ്ല സൽക്കാരത്തിന് വെച്ച് കൊടുക്കണ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ് ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീട്ടിലൊക്കെ ഒരു ഗസ്റ്റൊക്കെ വരുവാണെങ്കിൽ നമുക്കും ഇത് തയ്യാറാക്കി കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇതിനെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതുപോലെയുള്ള അടിപൊളി വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.